Next type of function is inline function. Inline function. Each call to a function involves jumping to statements in that function and returning to the statement following the function call. അതായത് ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതായത് പ്രോഗ്രാം റൺ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഫംഗ്ഷൻ കോൾ വരുവാണെങ്കിൽ കൺട്രോൾ എങ്ങോട്ട് പോകും? ഫംഗ്ഷൻ കോൾ വരുമ്പോൾ കൺട്രോൾ ഫംഗ്ഷൻ ഡെഫിനിഷനിലോട്ട് പോയി ഫംഗ്ഷന്റെ ബോഡിയിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം എക്സിക്യൂട്ട് ചെയ്ത് അവിടെ നിന്ന് വാല്യൂ റിട്ടേൺ ചെയ്തതിന് ശേഷം ഫംഗ്ഷൻ കോളിന് താഴെയുള്ള സ്റ്റേറ്റ്മെന്റിലോട്ട് കൺട്രോൾ പോകും. സോ അങ്ങനെയാണ് എന്താണ് സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ആവുന്നതിന്റെ ഓർഡർ. While executing the program, this creates an overhead in the execution time. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എക്സിക്യൂഷൻ ടൈമിനകത്ത് ഓവർഹെഡ് വരും. while executing the program, അതായത് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഫംഗ്ഷൻ കോൾ ഒക്കെ വരുന്ന സമയത്ത് an overhead is created in the execution time. എക്സിക്യൂഷൻ ടൈമിൽ ഓവർഹെഡ് വരുന്നുണ്ട്. The overhead becomes quite large in case of smaller functions which are repeatedly called. അപ്പോൾ നമ്മൾ ഈ ഓവർഹെഡ് എന്ന് പറയുന്നത് അതായത് ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഫംഗ്ഷൻ കോൾ ഒക്കെ വരുമ്പോൾ എക്സിക്യൂഷൻ ടൈമിൽ ഓവർഹെഡ് വരാം. ഓവർഹെഡ് കൂടുതലായിട്ട് വരുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ചെറിയ ഫംഗ്ഷൻസിനെയൊക്കെ പലതവണ കോൾ ചെയ്യുമ്പോഴാണ് ഓവർഹെഡ് കൂടുതലായിട്ട് വരുന്നത്. ചെറിയ ഫംഗ്ഷൻസിനെ പലതവണ കോൾ ചെയ്യുമ്പോഴാണ് ഓവർഹെഡ് കൂടുതലാവുന്നത്. Sometimes main may be situated in one file and other functions may be one or more other files. Maybe in one or more other files. Here the overhead of frequently accessing smaller functions will be much higher. നമ്മൾ മെയിൻ ഒരു ഫയലിലായിരിക്കും, നമ്മൾ കോൾ ചെയ്യുന്ന ഫംഗ്ഷൻസ് വേറെ പല ഫയൽസിലും ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ ചെറിയ ഫംഗ്ഷൻസിനെയൊക്കെ പലതവണ വിളിക്കുമ്പോൾ എക്സിക്യൂഷൻ ടൈമിനകത്ത് ഓവർഹെഡ് കൂടുതലായിട്ട് വരുന്നു. അതുകൊണ്ടാണ് C++ൽ ഒരു ഫീച്ചർ ഉണ്ട് നോൺ ആസ് inline function as an alternative to normal function call, thereby reducing the overhead. അപ്പോൾ നമ്മൾ സാധാ ഫംഗ്ഷൻ കോളിന് പകരം ഇൻലൈൻ ഫംഗ്ഷൻ ഉപയോഗിച്ച് കോൾ ചെയ്യുവാണെങ്കിൽ നോർമൽ ഫംഗ്ഷൻ കോൾസിന് പകരം ഇൻലൈൻ ഫംഗ്ഷൻ യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ ഓവർഹെഡ് ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും. അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ we use the keyword inline as the first word in function header to convert the function to an inline function. അപ്പോൾ ഫംഗ്ഷന്റെ ഹെഡിങ് എഴുതുമ്പോൾ ഫംഗ്ഷന്റെ ഫസ്റ്റ് ലൈൻ അല്ലെങ്കിൽ ഫംഗ്ഷൻ ഹെഡിങ് എഴുതുമ്പോൾ നമ്മൾ ഇൻലൈൻ എന്നുള്ള കീവേഡ് ആദ്യം യൂസ് ചെയ്യും. അങ്ങനെയുള്ള കീവേഡ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ ആ ഫംഗ്ഷൻ ഇൻലൈൻ ഫംഗ്ഷൻ ആയിട്ട് മാറും. So the keyword inline is used as first word in a function header to convert the function to an inline function. ഒരു ഫംഗ്ഷനെ ഇൻലൈൻ ഫംഗ്ഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഫംഗ്ഷൻ ഹെഡറിന്റെ ഫസ്റ്റ് ലൈനിൽ ഇൻലൈൻ എന്നുള്ള കീവേഡ് യൂസ് ചെയ്യും. So during compilation each function call is replaced by body of inline function. അപ്പോൾ എന്താണ് ഇൻലൈൻ ഫംഗ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ തവണ ഈ ഇൻലൈൻ ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോഴും ആ ഫംഗ്ഷൻ കോള് ഇൻലൈൻ ഫംഗ്ഷന്റെ ബോഡി ആയിട്ട് റീപ്ലേസ് ആവും. ക്ലിയർ? So it is advisable to declare all functions having small function body as inline function. നിങ്ങൾ ഇൻലൈൻ എന്ന് യൂസ് ചെയ്യണ്ട, പക്ഷെ പ്രാക്ടിക്കലി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ചെറിയ ഫംഗ്ഷൻ ബോഡിയുള്ള ഫംഗ്ഷൻസിനെ എല്ലാം നമ്മൾ ഇൻലൈൻ ഫംഗ്ഷൻ ആയിട്ട് ഡിക്ലെയർ ചെയ്യാനാണ് അഡ്വൈസ് ചെയ്യുന്നത്. നിങ്ങൾ ഫംഗ്ഷൻ പ്രോഗ്രാമിൽ ഫംഗ്ഷൻ എഴുതുമ്പോൾ ഇൻലൈൻ ആക്കി എഴുതണ്ട. പക്ഷേ ഇൻ പ്രാക്ടിക്കൽ കേസസ് ഇഫ് യു ആർ യൂസിങ് ഫംഗ്ഷൻസ് ഹാവിങ് സ്മോൾ ബോഡി, ചെറിയ ബോഡിയുള്ള ഫംഗ്ഷൻസ് യൂസ് ചെയ്യുവാണെങ്കിൽ അതിനെല്ലാം ഇൻലൈൻ ഫംഗ്ഷൻ ആയിട്ട് ഡിക്ലെയർ ചെയ്യാനാണ് പറയുന്നത്. ഇൻലൈൻ ഫംഗ്ഷൻ ഉപയോഗിക്കാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ എഴുതുമ്പോൾ ഒരേ ഫയലിൽ തന്നെയാണ് ഫംഗ്ഷനും മെയിനും എല്ലാം എഴുതുന്നത്. പ്രാക്ടിക്കൽ കേസ് വരുമ്പോൾ മെയിൻ ഫംഗ്ഷൻ ഒരു ഫയലിലും നമ്മൾ കോൾ ചെയ്യുന്ന ഫംഗ്ഷൻ വേറെ ഏതെങ്കിലും ഫയലിൽ പല ഭാഗത്തൊക്കെ ആയിട്ടായിരിക്കും കിടക്കുന്നത്. അപ്പോൾ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് ശരിക്കും എന്താണ് സംഭവിക്കുന്നത്? കൺട്രോൾ അവിടെ നിന്ന്
ആ ഫംഗ്ഷൻ ഇരിക്കുന്ന അവിടെ പോയി ആ ബോഡി മൊത്തം എക്സിക്യൂട്ട് ചെയ്ത് റിട്ടേൺ ചെയ്തിട്ട് വേണം ഫംഗ്ഷൻ കോളിന് ശേഷമുള്ള സ്റ്റേറ്റ്മെന്റിലോട്ട് കൺട്രോൾ വരാൻ. അപ്പം ഇത് ചെയ്യുന്ന സമയത്ത് എക്സിക്യൂഷൻ ടൈമിൽ ഉണ്ടാകുന്ന ഓവർ ഹെഡിനെ നമുക്ക് കുറയ്ക്കണം. ഈ ഓവർ ഹെഡ് കൂടുതലായിട്ടും വരുന്നത് ചെറിയ ചെറിയ ഫംഗ്ഷൻസിനെ റിപ്പീറ്റഡ് ആയിട്ട് കോൾ ചെയ്യുന്ന സമയത്താണ് എക്സിക്യൂഷൻ ടൈമിലുള്ള ഓവർ ഹെഡ് കൂടുന്നത്. അപ്പൊ ഈ ഓവർ ഹെഡ് നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇൻലൈൻ ഫംഗ്ഷൻ ആയിട്ട് ഡിക്ലെയർ ചെയ്യുക. അത് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഫംഗ്ഷൻ ഡെഫിനിഷനകത്ത് ഫംഗ്ഷൻ ഹെഡറിൽ ഫസ്റ്റ് വേർഡ് നമ്മൾ കീവേഡ് ഇൻലൈൻ എന്നുള്ള കീവേഡ് യൂസ് ചെയ്ത് എഴുതുവാണെങ്കിൽ ഒരു ഫംഗ്ഷനെ നമുക്ക് ഇൻലൈൻ ഫംഗ്ഷൻ ആയിട്ട് ഡിക്ലെയർ ചെയ്യാം. അപ്പൊ നമ്മൾ ഒരു ഫംഗ്ഷനെ ഇൻലൈൻ ഫംഗ്ഷൻ ആയിട്ട് ഡിക്ലെയർ ചെയ്യുമ്പോൾ ആ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് ആ കോൾ സ്റ്റേറ്റ്മെന്റിനെ ഫംഗ്ഷന്റെ ബോഡി വന്ന് റീപ്ലേസ് ചെയ്യും. അതായത് തപ്പി പോകണ്ട, ഇൻലൈൻ ആയിട്ട് കൊടുക്കുമ്പോൾ അപ്പൊ തന്നെ അതിന്റെ ബോഡി അവിടെ വരും. നമ്മൾ ആ ബോഡി അവിടെ എഴുതണ്ട, നമ്മൾ സാധാരണ പ്രോഗ്രാം എഴുതാതെ എഴുതിയാൽ മതി. പക്ഷെ ഇൻലൈൻ ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് റീപ്ലേസ്ഡ് ബൈ function definition, body of function definition. Then it is advisable to declare all functions having a small function body as inline function, and the compiler has an option to treat an inline function as a normal function when function body is quite large or when it includes loop. ഈ നമ്മൾ ഇൻലൈൻ ഫംഗ്ഷന് തന്നെ ഇപ്പം ഇൻലൈൻ ഫംഗ്ഷന്റെ ബോഡി വളരെ വലുതാണെങ്കിലോ അതിനകത്ത് ലൂപ്സ് ഒക്കെ ഇൻവോൾവ് ആണെങ്കിൽ കമ്പയർ എന്ത് ചെയ്യും, ഇൻലൈൻ ഫംഗ്ഷനെ നോർമൽ ഫംഗ്ഷൻ ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഇൻലൈൻ ഫംഗ്ഷൻ ആയിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്താൽ പോലും അതിന്റെ ഇൻലൈൻ ഫംഗ്ഷന്റെ ബോഡി വലുതാണെങ്കിലോ അല്ലെങ്കിൽ ലൂപ്സ് ഉണ്ടെങ്കിലോ കമ്പൈലർ എന്ത് ചെയ്യും, അങ്ങനെയുള്ള ഇൻലൈൻ ഫംഗ്ഷനെ നോർമൽ ഫംഗ്ഷൻ ആയിട്ട് ട്രീറ്റ് ചെയ്യും. സോ ഇൻലൈൻ ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ഫംഗ്ഷൻ കോളിന്റെ സമയത്ത് ഓവർ ഹെഡിൻ എക്സിക്യൂഷൻ ടൈം, ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ എക്സിക്യൂഷൻ ടൈമിൽ ഓവർ ഹെഡ് വരുന്നു. ലാർജ് ഓവർ ഹെഡ് ഇൻ repeatedly calling small functions. നമ്മൾ ചെറിയ ഫംഗ്ഷൻസിനെ റിപ്പീറ്റഡ് ആയിട്ട് കോൾ ചെയ്യുമ്പോഴാണ് ഓവർ ഹെഡ് കൂടുന്നത്. അപ്പൊ എന്ത് ചെയ്യും, ഇൻലൈൻ ഫംഗ്ഷൻ ആക്കുമ്പോൾ ഓവർ ഹെഡ് നമുക്ക് റെഡ്യൂസ് ചെയ്യാം. യൂസ് ഇൻലൈൻ ഫംഗ്ഷൻ ടു reduce the overhead. Overhead reduce ചെയ്യാൻ വേണ്ടി ഇൻലൈൻ ഫംഗ്ഷൻ ആയിട്ട് യൂസ് ചെയ്യാം. അപ്പൊ ഇൻലൈൻ ഫംഗ്ഷൻ യൂസ് ചെയ്ത ഫംഗ്ഷൻ കോൾ is replaced by body of ഇൻലൈൻ ഫംഗ്ഷൻ. നമ്മൾ ഇൻലൈൻ ഫംഗ്ഷൻ ആയിട്ട് ഡിക്ലെയർ ചെയ്ത ഒരു ഫംഗ്ഷനെ ഇൻലൈൻ ഫംഗ്ഷൻ ആയിട്ട് ഡിക്ലെയർ ചെയ്യുവാണെങ്കിൽ അതിന്റെ ഫംഗ്ഷൻ കോൾ എന്ന് പറയുമ്പോൾ അത് എന്ത് ചെയ്യും, ഇൻലൈൻ ഫംഗ്ഷന്റെ ബോഡി ആയിട്ട് അതിനെ റീപ്ലേസ് ചെയ്യും. So it is advisable to declare all the functions with small body as inline functions. ചെറിയ ബോഡിയുള്ള ഫംഗ്ഷൻസിനെ എല്ലാം ഇൻലൈൻ ഫംഗ്ഷൻസ് ആയിട്ട് ഡിക്ലെയർ ചെയ്യാനാണ് അഡ്വൈസ് ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ ചെയ്യണ്ട, പക്ഷെ പ്രാക്ടിക്കലി അങ്ങനെയാണ് സജഷൻ. നോ when function body is large
or contains loops അങ്ങനെയാണെങ്കിലോ ഫംഗ്ഷൻ ബോഡി വലുതാണെങ്കിലോ അല്ലെങ്കിൽ അത് ലൂപ്പ് ഉണ്ടെങ്കിലോ എന്ത് സംഭവിക്കും? ഇൻലൈൻ ഫങ്ഷൻസ് ആർ ട്രീറ്റഡ് ആസ് നോർമൽ ഫങ്ഷൻസ്. നമ്മൾ ഇൻലൈൻ ഫംഗ്ഷൻ തന്നെ ഇൻലൈൻ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് വലിയ ബോഡിയോ അല്ലെങ്കിൽ ബോഡിയിൽ ലൂപ്പ് ഉണ്ടെന്നോ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഇൻലൈൻ ഫംഗ്ഷൻസിനെ നോർമൽ ഫംഗ്ഷൻ ആയിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യാം. സോ യൂസ് ദ കീവേഡ് inline to convert a function into inline function. To convert a function into inline, ഒരു ഫംഗ്ഷനെ ഇൻലൈൻ ഫംഗ്ഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ദ കീവേഡ് ഇൻലൈൻ. നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ഇൻലൈൻ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ വേണ്ടി int a, int b return a into b. ചെറിയ ബോഡിയുള്ള ഫംഗ്ഷൻ. No. void main int x y z p q r p is equal to mul of z r, q is equal to cout mul of y z, then r is equal to mul of px plus mul of yq. നോക്കിക്കേ, ഈ മഴ എന്നുള്ള ഫംഗ്ഷൻ ചെറിയ ഫംഗ്ഷൻ ആണ്. അതിനകത്ത് ബോഡി വളരെ ചെറുതാണ്. അത് നമ്മൾ മെയിനിൽ അതിനെ പല പ്രാവശ്യം കോൾ ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ഇൻലൈൻ ആയിട്ട് ഡിക്ലെയർ ചെയ്തതുകൊണ്ട് ഓവർ ഹെഡ് നമുക്ക് കുറയ്ക്കാം. So this is about inline function. നിങ്ങൾ പ്രോഗ്രാം എഴുതുന്ന സമയത്ത് ഇൻലൈൻ ആയിട്ട് ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് പ്രാക്ടിക്കൽ കേസിലാണ് അവർ പറയുന്നത്. Next is function called by value or passing by value. നമ്മൾ ഒരു ഫംഗ്ഷനെ ഒരു വാല്യൂ ഉപയോഗിച്ചാണ് കോൾ ചെയ്യുന്നത്. അതാണ് ഫംഗ്ഷൻ കോൾ ബൈ വാല്യൂ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. When a function is called by value, a new set of memory allocations are allocated for all formal arguments. നമ്മൾ ഒരു വാല്യൂ ഉപയോഗിച്ച് ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് എഴുതുന്ന ആർഗ്യുമെന്റ്സിനെ ആക്ച്വൽ ആർഗ്യുമെന്റ്സ് എന്നും ഫംഗ്ഷൻ ഡെഫിനിഷന്റെ ഹെഡിങ്ങിൽ നമ്മൾ എഴുതുന്ന ആർഗ്യുമെന്റ്സിനെ ഫോർമൽ ആർഗ്യുമെന്റ്സ് എന്നും വിളിക്കും. നമ്മളൊരു വാല്യൂ ഉപയോഗിച്ച് ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന സമയത്ത് ഫോർമൽ ആർഗ്യുമെന്റ്സിന് വേണ്ടി എന്താണ് ന്യൂ സെറ്റ് ഓഫ് മെമ്മറി ലൊക്കേഷൻസ് ആർ അലോക്കേറ്റഡ്. സോ വെൻ യു കോൾ എ ഫംഗ്ഷൻ ബൈ വാല്യൂ, ന്യൂ memory locations are
allocated for formal arguments or formal parameters. Arguments നെ parameters എന്നും വിളിക്കും. അപ്പോൾ നമ്മൾ ഒരു വാല്യൂ ഫംഗ്ഷൻ, ഇഫ് യു ആർ കോളിംഗ് എ ഫംഗ്ഷൻ ബൈ വാല്യൂ, ഒരു ഫംഗ്ഷനെ വാല്യൂ ഉപയോഗിച്ച് കോൾ ചെയ്യുവാണെങ്കിൽ അതിന്റെ ഫോർമൽ ആർഗ്യുമെന്റ്സിന് വേണ്ടി പുതിയ മെമ്മറി ലൊക്കേഷൻസ് നമ്മൾ അലോക്കേറ്റ് ചെയ്യും. നമ്മളല്ല, അതിനകത്ത് കമ്പ്യൂട്ടറിന്റെ മെമ്മറിയിൽ എന്ത് ചെയ്യുന്നു, പുതിയ ലൊക്കേഷൻസ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും ഫോർ ഫോർമൽ ആർഗ്യുമെന്റ്സ്. To these memory locations, respective values of actual arguments are copied. അപ്പം എന്താണ് values of actual arguments are copied to these locations. അപ്പോൾ ഫോർമൽ ആർഗ്യുമെന്റ്സിന് വേണ്ടി അലോക്കേറ്റ് ചെയ്ത മെമ്മറി ലൊക്കേഷൻസിലായിരിക്കും ആക്ച്വൽ ആർഗ്യുമെന്റ്സിന്റെ വാല്യൂ കോപ്പി ചെയ്യുന്നത്. നമ്മളൊരു ഫംഗ്ഷനെ വാല്യൂ ഉപയോഗിച്ച് കോൾ ചെയ്യുന്ന സമയത്ത് ഫോർമൽ ആർഗ്യുമെന്റ്സിന് വേണ്ടി മെമ്മറിയിൽ ലൊക്കേഷൻസ് അലോക്കേറ്റ് ചെയ്യും. ഇനി ഈ അലോക്കേറ്റ് ചെയ്ത ലൊക്കേഷൻസിലായിരിക്കും ആക്ച്വൽ ആർഗ്യുമെന്റ്സിന്റെ വാല്യൂ കോപ്പി ചെയ്യുന്നത്. സോ നമ്മൾ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു മോഡിഫിക്കേഷൻ വരുത്തിയാൽ ഈ ഫോർമൽ ആർഗ്യുമെന്റ്സിന്റെ വാല്യൂസിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ നമ്മൾ ആ ഫംഗ്ഷനകത്ത് വരുത്തുവാണെങ്കിൽ ഈ ന്യൂലി അലോക്കേറ്റഡ് മെമ്മറി ലൊക്കേഷൻസിലായിരിക്കും ആ മാനിപ്പുലേഷൻസ് എല്ലാം വരുന്നത്. ഹെൻസ് വാല്യൂ ഓഫ് ആക്ച്വൽ ആർഗ്യുമെന്റ്സ് ആർ നോട്ട് മോഡിഫൈഡ്. These memory locations are delocated as we exit from the function. പിന്നെ എന്താ പറയുന്നത്, അപ്പൊ നമ്മള് modifications made on formal arguments within the function are actually made on these newly allocated locations. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്, values of actual arguments are not being modified. ആക്ച്വൽ ആർഗ്യുമെന്റ്സിന്റെ വാല്യൂസ് ഒന്നും മോഡിഫൈ ആവുന്നില്ല. അതുപോലെ തന്നെ when you exit from the function, memory locations are delocated. On exiting the function, നമ്മൾ ഫംഗ്ഷൻ എക്സിറ്റ് ചെയ്യുവാണെങ്കിൽ memory locations are delocated. സോ നമ്മൾ ഫംഗ്ഷനിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ മെമ്മറി ലൊക്കേഷൻസും ഡീലൊക്കേറ്റ് ആയി പോകും. അപ്പൊ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് എത്തിക്കഴിയുമ്പോൾ എന്താണ്, കൺട്രോൾ ഇസ് ട്രാൻസ്ഫേർഡ് ബാക്ക് ടു ദ സ്റ്റേറ്റ്മെന്റ് കണ്ടെയ്നിങ് ഫംഗ്ഷൻ കോൾ. അപ്പൊ നമ്മൾ റിട്ടേൺ എത്തുമ്പോൾ കൺട്രോൾ ഗോസ് ബാക്ക് ടു ഫംഗ്ഷൻ കോൾ. നമ്മൾ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് എത്തുമ്പോൾ ഫംഗ്ഷൻ കോളിലോട്ടായിരിക്കും തിരിച്ച് കൺട്രോൾ പോകുന്നത്. And one value is returned by the function which is contained by memory location represented by function name. Single value is returned. It is contained by memory location
represented by function name. നമ്മൾ ഫംഗ്ഷൻ ഫുൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുന്ന സമയത്ത്, അതായത് ഫംഗ്ഷനിൽ നിന്ന് എക്സിറ്റ് ആവുന്ന സമയത്ത് ഈ മെമ്മറി ലൊക്കേഷൻസ് എല്ലാം ഡീലൊക്കേറ്റ് ആവും. ഇനി നമ്മൾ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് എത്തി കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? റിട്ടേൺ കഴിയുമ്പോഴത്തേക്കും കൺട്രോൾ തിരിച്ച് ഫംഗ്ഷൻ കോളിലോട്ട് പോകും. ഒരു ഫംഗ്ഷൻ ഒരു വാല്യൂയെ റിട്ടേൺ ചെയ്യും. റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് എത്തി കഴിയുമ്പോൾ ഒരു ഫംഗ്ഷൻ ഒരു സിംഗിൾ വാല്യൂ റിട്ടേൺ ചെയ്യും. പ്രോഗ്രാമിങ്ങിന്റെ കൺട്രോൾ എവിടെ പോകും? ഫംഗ്ഷൻ കോളിലോട്ട് പോകും. ഒരു സിംഗിൾ വാല്യൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. ഈ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ഫംഗ്ഷൻ നെയിം റെപ്രസെന്റ് ചെയ്യുന്ന മെമ്മറി ലൊക്കേഷനിലായിരിക്കും സ്റ്റോർ ചെയ്യാം. So the value returned will be contained by memory location represented by function name. അപ്പോൾ നമ്മൾ ഒരു ഫംഗ്ഷനെ വാല്യൂ ഉപയോഗിച്ച് കോൾ ചെയ്യുന്ന സമയം, if you are calling a function by value, what happens? New memory locations are allocated for formal parameters or formal arguments. ഒരു ഫംഗ്ഷനെ വാല്യൂ ഉപയോഗിച്ച് കോൾ ചെയ്യുന്ന സമയത്ത് ആ ഫോർമൽ പാരാമീറ്റേഴ്സിന് വേണ്ടി പുതിയ മെമ്മറി ലൊക്കേഷൻസ് അലോക്കേറ്റ് ചെയ്യും. പുതിയ മെമ്മറി ലൊക്കേഷൻസ് അലോക്കേറ്റ് ചെയ്തിട്ട് അവിടെ ആയിരിക്കും ആക്ച്വൽ ആർഗ്യുമെന്റ്സിന്റെ വാല്യൂ കോപ്പി ചെയ്യുന്നത്. ഈ പുതിയ മെമ്മറി ലൊക്കേഷൻസിലായിരിക്കും ആക്ച്വൽ ആർഗ്യുമെന്റ്സിന്റെ വാല്യൂ കോപ്പി ചെയ്യുന്നത്. ഇനി നമ്മൾ ആ ഫംഗ്ഷനകത്ത് ഈ ഫോർമൽ ആർഗ്യുമെന്റ്സിന് എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തി കഴിഞ്ഞാൽ ആ മോഡിഫിക്കേഷൻസ് എല്ലാം ഈ മെമ്മറി ലൊക്കേഷൻസിൽ ഇരിക്കുന്ന വാല്യൂസിലും വരും. സോ അതിനകത്ത് മാത്രമേ മോഡിഫിക്കേഷൻ വരൂ. ആക്ച്വൽ പാരാമീറ്റേഴ്സിന്റെ വാല്യൂ മാറുന്നില്ല. നമ്മൾ ആ ഫംഗ്ഷനിൽ നിന്നും എക്സിറ്റ് ആവുന്ന സമയം എന്താണ്? ഈ മെമ്മറി ലൊക്കേഷൻസ് ഡീലൊക്കേറ്റ് ആയി പോകും. അപ്പോൾ ഫംഗ്ഷനിൽ നിന്ന് വെളി വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഫോർമൽ പാരാമീറ്റേഴ്സിന്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ ഈ മെമ്മറി ലൊക്കേഷൻസ് എല്ലാം ഡീലൊക്കേറ്റ് ആവും. ഇനി നമ്മൾ ഒരു ഫംഗ്ഷന്റെ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് എത്തി കഴിയുമ്പോൾ കൺട്രോൾ എവിടെ പോകും? തിരിച്ച് ഫംഗ്ഷൻ കോളിൽ പോകും. ഈ ഫംഗ്ഷൻ ഒരു സിംഗിൾ വാല്യൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. ആ വാല്യൂ എവിടെ പോയി സ്റ്റോർ ആവും? ഫംഗ്ഷൻ നെയിം റെപ്രസെന്റ് ചെയ്യുന്ന മെമ്മറി ലൊക്കേഷനിലായിരിക്കും ഈ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത്. സോ ദിസ് ഈസ് അബൌട്ട് ഫംഗ്ഷൻ കോൾ ബൈ വാല്യൂ. ദിസ് ഈസ് അബൌട്ട് ഫംഗ്ഷൻ കോൾ ബൈ വാല്യൂ. നെക്സ്റ്റ് ഈസ് function called by reference, that is passing by reference. The location number or address of the arguments can be passed to a function. നമ്മൾ വാല്യൂ ഉപയോഗിച്ച് കോൾ ചെയ്യുന്നതിന് പകരം ആർഗ്യുമെന്റിന്റെ ലൊക്കേഷൻ നമ്പറോ അഡ്രസ്സോ നമുക്ക് ഫംഗ്ഷനിൽ പാസ് ചെയ്യാം. This feature is enabled by the use of pointers and it facilitates a two-way transfer of data between function. അപ്പം ആർഗ്യുമെന്റ്സിന്റെ ആർഗ്യുമെന്റ്സിന്റെ ലൊക്കേഷൻ നമ്പറോ അഡ്രസ്സോ നമ്മൾ ഫംഗ്ഷനിലൂടെ പാസ് ചെയ്യാൻ പറ്റും. ആ ഫീച്ചർ എനേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു മേക്ക് യൂസ് ഓഫ് പോയിന്റേഴ്സ് ആൻഡ് ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ടു വേ ട്രാൻസ്ഫർ ഓഫ് ഡേറ്റ ബിറ്റ്വീൻ ഫംഗ്ഷൻസ്. നമ്മൾ ഫംഗ്ഷൻ കോൾ ബൈ റെഫറൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ആർഗ്യുമെന്റിന്റെ ലൊക്കേഷൻ നമ്പറോ അഡ്രസ്സോ നമുക്ക് ഫംഗ്ഷനിലൂടെ പാസ് ചെയ്യാം. അപ്പോഴാണ് അതിനെ ഫംഗ്ഷൻ കോൾ ബൈ റെഫറൻസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ഫീച്ചർ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ, ഈ ഫീച്ചർ എനേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു യൂസ് പോയിന്റേഴ്സ്. അപ്പോൾ നമ്മൾ ഫംഗ്ഷൻ കോൾ ബൈ റെഫറൻസ് ഉപയോഗിക്കുകയാണെങ്കിൽ there is a two-way transfer of data between functions. scanf എന്നുള്ള ഫംഗ്ഷൻ ആണ് ഈ ഫീച്ചർ യൂസ് ചെയ്യുന്നത്. ഏത് ഫംഗ്ഷൻ ആണ്? scanf എന്നുള്ള ഫംഗ്ഷൻ ആണ് ഈ ഫീച്ചർ യൂസ് ചെയ്യുന്നത്. while the memory address of actual argument is passed to a function, no new memory locations are allocated. നമ്മൾ വാല്യൂ ഉപയോഗിച്ച് കോൾ ചെയ്യുന്ന സമയത്ത് ഫോർമൽ ആർഗ്യുമെന്റ്സിന് വേണ്ടി എന്ത് ചെയ്തിരുന്നു? മെമ്മറി അലോക്കേഷൻ നടത്തിയിരുന്നു. അതേസമയം നമ്മൾ if you are calling by reference, if you are calling a function by reference, അതായത് ആക്ച്വൽ ആർഗ്യുമെന്റിന്റെ മെമ്മറി അഡ്രസ് ആണ് ഫംഗ്ഷനിൽ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ പുതിയ മെമ്മറി അലോക്കേഷൻസ് ഒന്നും നടത്തില്ല. ബട്ട് ഫോർമൽ ആർഗ്യുമെന്റ് ഈസ് പ്രൊവൈഡഡ് വിത്ത് മെമ്മറി അഡ്രസ് ഓഫ് കറസ്പോണ്ടിങ് ആക്ച്വൽ ആർഗ്യുമെന്റ്. അപ്പോൾ ഈ കേസിൽ, അതായത് if you are calling a function by reference, അതായത് മെമ്മറി ലൊക്കേഷൻസ് ആക്ച്വൽ ആർഗ്യുമെന്റ്സിന്റെ മെമ്മറി ലൊക്കേഷൻസ് ആണ് ഫംഗ്ഷനിൽ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ പുതിയ മെമ്മറി അലോക്കേഷൻ ഫോർമൽ ആർഗ്യുമെന്റ്സിന് വേണ്ടി നടത്തില്ല.
പകരം ഫോർമൽ ആർഗ്യുമെന്റ്സിന് കറസ്പോണ്ടിങ് ആക്ച്വൽ ആർഗ്യുമെന്റ്സിന്റെ മെമ്മറി അഡ്രസ് കൊടുക്കും. So this enables the function to make modification directly to memory locations where actual arguments are stored. അപ്പോൾ എന്തെങ്കിലും മോഡിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ആക്ച്വൽ ആർഗ്യുമെന്റ്സ് സ്റ്റോർ ചെയ്തേക്കുന്ന മെമ്മറി ലൊക്കേഷൻസിൽ തന്നെ ആയിരിക്കും സംഭവിക്കാം. സോ ഫംഗ്ഷൻ കോൾ ബൈ റെഫറൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ബൈ പാസിംഗ് ലൊക്കേഷൻ നമ്പർ ഓർ അഡ്രസ് ഓഫ് ആർഗ്യുമെന്റ്സ്. By passing location number or address of ആർഗ്യുമെന്റിന്റെ ലൊക്കേഷൻ നമ്പർ അഡ്രസ്സോ പാസ് ചെയ്യുമ്പോഴാണ് ഫംഗ്ഷൻ കോൾ ബൈ റെഫറൻസ് ആവുന്നത്. സോ ഈ ഫീച്ചർ എനേബിൾ ചെയ്യണമെങ്കിൽ ദിസ് ഫീച്ചർ is enabled by use of pointer. അപ്പോൾ പോയിന്റർ ഉപയോഗിച്ചാണ് നമുക്ക് ഈ ഫീച്ചർ എനേബിൾ ചെയ്യാൻ പറ്റുന്നത്. ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ there is two-way transfer of data between functions. നമ്മൾ ഫംഗ്ഷൻ കോൾ ബൈ റെഫറൻസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൽ two-way transfer of data ആയിരിക്കും സംഭവിക്കാം. ഇപ്പോൾ സ്കാൻഎഫ് ഫംഗ്ഷൻ ആണ് ഈ ഫീച്ചർ യൂസ് ചെയ്യുന്നത്. ഏത് ഫംഗ്ഷൻ ആണ്? സ്കാൻഎഫ് എന്നുള്ള ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ ഇത് ഉപയോഗിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നോ ന്യൂ memory allocations, then formal arguments are given, memory address of corresponding actual arguments. ഇപ്പോൾ ഫോർമൽ ആർഗ്യുമെന്റ്സിന് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആക്ച്വൽ ആർഗ്യുമെന്റ്സിന്റെ മെമ്മറി അഡ്രസ് ആയിരിക്കും കൊടുക്കുക. സോ മോഡിഫിക്കേഷൻസ് ആർ ഡയറക്ട്ലി മെയ്ഡ് ടു ദ മെമ്മറി ലൊക്കേഷൻസ് വേർ ആക്ച്വൽ ആർഗ്യുമെന്റ്സ് ആർ സ്റ്റോർഡ്. മോഡിഫിക്കേഷൻസ് directly made on memory locations where actual arguments are stored. ഇത്രയും കാര്യങ്ങളാണ് ഫംഗ്ഷൻ കോൾ ബൈ റെഫറൻസിൽ അറിഞ്ഞിരിക്കേണ്ടത്. ഈ റെഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? ആർഗ്യുമെന്റ്സിന്റെ മെമ്മറി ലൊക്കേഷൻ അല്ലെങ്കിൽ അഡ്രസ്. അതാണ് ഈ റെഫറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫംഗ്ഷനെ നമുക്ക് രണ്ട് രീതിയിൽ കോൾ ചെയ്യാം. ഫംഗ്ഷൻ കോൾ ബൈ വാല്യൂ ആൻഡ് ഫംഗ്ഷൻ കോൾ ബൈ റെഫറൻസ്. ഫംഗ്ഷൻ കോൾ ബൈ വാല്യൂ ആൻഡ് ഫംഗ്ഷൻ കോൾ ബൈ റെഫറൻസ്. Next is functions with default argument. Functions with default arguments. This is a special feature of C++ by which default values can be given to arguments of any function. എന്താണ് ഇതെന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ഫീച്ചർ ആണ്. Here we can give default values to arguments of a function. ഫംഗ്ഷന്റെ ആർഗ്യുമെന്റ്സിന്
ഡിഫോൾട്ട് വാല്യൂ കൊടുക്കാവുന്ന ഒരു സ്പെഷ്യൽ ഫീച്ചർ ആണ് ഫങ്ഷൻസ് വിത്ത് ഡിഫോൾട്ട് ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത്. So default values can be directly assigned to arguments in the function prototype. Default values are directly assigned to arguments. Default values are directly assigned to arguments in function prototype. Function prototype ലെ arguments ന് നമുക്ക് default values directly assign ചെയ്യാം. We can directly assign the default values to arguments in function prototype. So when the function prototype is not used, default values can be given in function header itself. Function prototype not used ആണെങ്കിൽ ഇപ്പോൾ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് യൂസ് ചെയ്യാത്ത സമയത്ത് എന്താണ് ഡിഫോൾട്ട് വാല്യൂസ് ഫംഗ്ഷൻ ഹെഡറിൽ കൊടുക്കും. given in function header. അപ്പോൾ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് യൂസ് ചെയ്യാത്ത സമയത്ത് ഡിഫോൾട്ട് വാല്യൂ എവിടെ കൊടുക്കുന്നു? ഫംഗ്ഷൻ ഹെഡറിൽ കൊടുക്കും. നമ്മൾ ചില കേസിൽ when some or all the arguments are omitted in function call, it will be replaced by default values. When arguments are omitted in function call, it will be replaced by default value. നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് ആർഗ്യുമെന്റ്സ് വിട്ടു പോവുകയാണെങ്കിൽ അതിന് പകരം ഡിഫോൾട്ട് വാല്യൂ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. Always the arguments given in the function call will supersede the default values. Default values ഉണ്ടെങ്കിലും നമ്മൾ ആർഗ്യുമെന്റ്സ് ഫംഗ്ഷൻ കോളിൽ യൂസ് ചെയ്യുവാണെങ്കിൽ അതിന്റെ വാല്യൂസ് ആയിരിക്കും ഉപയോഗിക്കുക. അതേസമയം നമ്മൾ ഫംഗ്ഷൻ കോളിൽ ആർഗ്യുമെന്റ്സ് ഇല്ലാതിരിക്കും, ആർഗ്യുമെന്റ്സ് ഇല്ലെങ്കിലാണ് ഡിഫോൾട്ട് വാല്യൂ യൂസ് ചെയ്യുന്നത്. if you are having arguments in function call, it will supersede the default value. So arguments in function call will supersede default values. ഫംഗ്ഷൻ കോളിലുള്ള ആർഗ്യുമെന്റ്സ് എപ്പോഴും ഡിഫോൾട്ട് വാല്യൂസിനെ സൂപ്പർസീഡ് ചെയ്യും. അതായത് നമ്മൾ ഡിഫോൾട്ട് വാല്യൂസ് ഉണ്ടെങ്കിലും നമ്മൾ ഫംഗ്ഷൻ കോളിൽ ആർഗ്യുമെന്റ്സ് കൊടുക്കുകയാണെങ്കിൽ അതിന്റെ വാല്യൂസേ എടുക്കും. ഡിഫോൾട്ട് വാല്യൂസ് ക്യാൻ ബി ഗിവൺ ടു ഓൾ ഓർ സം ഓഫ് ദി ആർഗ്യുമെന്റ്സ് ഇൻ എ ഫംഗ്ഷൻ. നമുക്ക് എല്ലാ ആർഗ്യുമെന്റ്സിന് വേണമെങ്കിലും ഡിഫോൾട്ട് വാല്യൂ കൊടുക്കാം, അല്ലെങ്കിൽ കുറച്ച് ആർഗ്യുമെന്റ്സിനായിട്ട് ഡിഫോൾട്ട് വാല്യൂ കൊടുക്കാം. The arguments without default values are to be placed first and those with the default values are to be placed later. So arguments with default values are to be placed later. ഡിഫോൾട്ട് വാല്യൂസ് ഉള്ള ആർഗ്യുമെന്റ്സ് കാണും, ഡിഫോൾട്ട് വാല്യൂസ് ഇല്ലാത്ത ആർഗ്യുമെന്റ്സും കാണും. ഡിഫോൾട്ട് വാല്യൂസ് ഇല്ലാത്ത ആർഗ്യുമെന്റ്സിനെ ആദ്യം പ്ലേസ് ചെയ്യണം, എന്നിട്ട് വേണം ഡിഫോൾട്ട് വാല്യൂസ് ഉള്ള ആർഗ്യുമെന്റ്സിനെ പ്ലേസ് ചെയ്യാൻ. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. hash include iostream.h hash include conio.h void main പകരം നമുക്ക് അതിന് മുമ്പ് എഴുതാനുണ്ട് int
sum of int x equal to 10 int y equal to 5. ഇപ്പോൾ നമ്മൾ ഫംഗ്ഷൻ എന്ത് ചെയ്തു? ഫംഗ്ഷനെ ഡിക്ലെയർ ചെയ്യുവാണ്. Now void main എഴുതാം int xy cout sum. Second is cout sum of 30, then cout sum of 49 30. അപ്പോൾ മെയിൻ ഫംഗ്ഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഫംഗ്ഷൻ ഡെഫിനിഷൻ എഴുതാം. ഇൻറ്റ് സം ഓഫ് ഇൻറ്റ് എ കോമ ഇൻറ്റ് ബി int sum is equal to a plus b return sum. ഇവിടെ നോക്കിക്കേ, മെയിനിൽ നമ്മൾ സം എന്നുള്ള ഫംഗ്ഷനെ 3 രീതിയിൽ കോൾ ചെയ്യുന്നുണ്ട്. സം വിത്തൗട്ട് ആർഗ്യുമെന്റ്, സം 30, സം 49 30. ഫസ്റ്റ് കേസിൽ കണ്ടോ സം എന്ന് മാത്രമേ ഉള്ളൂ, ആർഗ്യുമെന്റ്സ് കൊടുത്തിട്ടില്ല. ഈ സം എന്നുള്ള ഫംഗ്ഷന് എത്ര ആർഗ്യുമെന്റ്സ് ഉണ്ട്? 2 ആർഗ്യുമെന്റ്സ് ഉണ്ട്. സം എന്നുള്ള ഫംഗ്ഷനിൽ 2 ആർഗ്യുമെന്റ്സ് ഉണ്ട്. പക്ഷെ നമ്മൾ ഫസ്റ്റ് കേസിൽ എന്താണ് ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ആർഗ്യുമെന്റ്സ് കൊടുത്തിട്ടില്ല. അതിന്റെ അർത്ഥം 2 ആർഗ്യുമെന്റ്സിനും ഡിഫോൾട്ട് വാല്യൂ എടുക്കും. ഇതിലെ ഡിഫോൾട്ട് വാല്യൂ എന്ന് പറയുന്നത് 10ഉം 5ഉം ആണ്. ഇതിലെ ഡിഫോൾട്ട് വാല്യൂ എന്ന് പറയുന്നത് ഈ 10ഉം 5ഉം ആണ്. സോ ഫസ്റ്റ് ഫംഗ്ഷൻ കോളില് 2 ആർഗ്യുമെന്റ്സിനും ഡിഫോൾട്ട് വാല്യൂ എടുക്കും. ഇനി സെക്കൻഡ് ഫംഗ്ഷൻ കോൾ എന്ന് പറയുന്നത് സം ഓഫ് 30. ഇപ്പൊ സെക്കൻഡ് ഫംഗ്ഷൻ കോളിൽ ഒരു വാല്യൂ നമ്മൾ ആർഗ്യുമെന്റ് ആയിട്ട് കൊടുത്തു 30. അപ്പൊ ഫസ്റ്റ് ആർഗ്യുമെന്റിന് 30 എന്നുള്ള വാല്യൂ എടുക്കും. സെക്കൻഡ് ആർഗ്യുമെന്റിന് ഈ ഡിഫോൾട്ട് വാല്യൂ 5 എടുക്കും. തേർഡ് ഫംഗ്ഷൻ കോൾ നോക്കിക്കേ, സം ആർഗ്യുമെന്റ് എന്താണ്? 49 30. അപ്പൊ എന്ത് ചെയ്യും? 2 ആർഗ്യുമെന്റ്സും 49ഉം 30 എന്നുള്ള വാല്യൂ എടുക്കും. ഡിഫോൾട്ട് വാല്യൂ അവിടെ യൂസ് ചെയ്യുന്നേ ഇല്ല. ഈ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്ത സമയത്ത് കൊടുത്തിരിക്കുന്നതാണ് എന്ത്? ഡിഫോൾട്ട് വാല്യൂ. നമ്മൾ മെയിനിന് മുമ്പ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരുന്നെങ്കിൽ അവിടെ കൊടുത്തിരുന്നാൽ മതി. ഇത് മെയിനിന് ശേഷം ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന, അതായത് ഫംഗ്ഷൻ കോൾ ചെയ്യുന്നതിന് മുമ്പ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാത്തത് കൊണ്ടാണ് ഫംഗ്ഷനെ നമ്മൾ ഡിക്ലെയർ ചെയ്യേണ്ടി വന്നത്. ഡിക്ലെയർ ചെയ്ത സമയത്ത് ഡിഫോൾട്ട് വാല്യൂവും കൂടെ കൊടുത്തു. ഫസ്റ്റ് വേരിയബിളിന്റെ ഫസ്റ്റ് ആർഗ്യുമെന്റിന്റെ ഡിഫോൾട്ട് വാല്യൂ 10ഉം സെക്കൻഡ് ആർഗ്യുമെന്റിന്റെ ഡിഫോൾട്ട് വാല്യൂ 5ഉം. സോ ഇൻ ദ ഫസ്റ്റ് ഫംഗ്ഷൻ കോൾ സം എന്ന് മാത്രമുള്ള ഫംഗ്ഷൻ കോളില് ആർഗ്യുമെന്റ്സ് കൊടുക്കാത്ത സ്ഥിതിക്ക് 2 ആർഗ്യുമെന്റ്സിനും ഡിഫോൾട്ട് വാല്യൂ 10ഉം 5ഉം എടുക്കും. സെക്കൻഡ് ഫംഗ്ഷൻ കോളിൽ ഒരു ആർഗ്യുമെന്റ് കൊടുത്തിട്ടുണ്ട് 30 എന്ന്. അപ്പം സെക്കൻഡ് ആർഗ്യുമെന്റിന് ഡിഫോൾട്ട് വാല്യൂ എടുക്കും. അതേസമയം തേർഡ് ഫംഗ്ഷൻ കോളിൽ സം ഓഫ് 49 30 2 ആർഗ്യുമെന്റ്സും കൊടുത്തിരിക്കുന്ന സ്ഥിതിക്ക് ആ 2 വാല്യൂസ് യൂസ് ചെയ്യും, ഡിഫോൾട്ട് വാല്യൂ യൂസ് ചെയ്യില്ല. സോ ഇങ്ങനെയാണ് ഫംഗ്ഷൻ വിത്ത് ഡിഫോൾട്ട് ആർഗ്യുമെന്റ്സ് വർക്ക് ചെയ്യുന്നത്. അതിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ആർഗ്യുമെന്റ്സ് ഫംഗ്ഷൻ കോളിൽ കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ സൂപ്പർസീഡ് ദ ഡിഫോൾട്ട് വാല്യൂസ്. അതാണ് ലാസ്റ്റ് ഫംഗ്ഷൻ കോളിൽ 2 ആർഗ്യുമെന്റ്സിന് വാല്യൂ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഡിഫോൾട്ട് വാല്യൂസിനെ പിന്നെ കൺസിഡർ ചെയ്യത്തേ ഇല്ല. ഏതെങ്കിലും ആർഗ്യുമെന്റ് നമ്മൾ കൊടുക്കാതിരിക്കുകയാണെങ്കിലാണ് ഡിഫോൾട്ട് വാല്യൂ എടുത്ത് ഉപയോഗിക്കേണ്ടി വരുന്നത്.